ഞാൻ ഉത്തമൻ, നമ്മൾ തമ്മിൽ നടാടയാ. കല്യാണത്തിന് വരാൻ പറ്റില്ല. ഇത് ജോസ്, ദുബായിൽ എൻ്റെ ഒപ്പമുള്ളതാ. ഹലോ. ആ ബാലനെ പോന്നു. ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ബാല, വന്ന് എന്റെ മകനായ ഇവന് പോലും എന്നെ വിശ്വാസമില്ലാതായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ സെക്രട്ടേറിയറ്റിൽ ആ ഫയലിന്റെ പിന്നാലെ പായുന്ന വിവരം ദുബായിലിരിക്കുന്ന ഇവരുണ്ടോ അറിയുന്നു. അതാണ് അച്ഛന് പറ്റിയ തെറ്റ്. നാട്ടുകാർക്ക് ദുബായിലിരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയാത്തവർ എന്നൊക്കെയാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു ബാലന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കുന്നു. അയ്യോ, ബാലെന്ന് വെച്ചാൽ ബാലായിട്ടല്ല, സെക്രട്ടേറിയറ്റിലെ മറ്റു മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ. ബാല, ആ പണം വീടിരിക്കുന്ന സ്ഥലം പണയപ്പെടുത്തി എടുത്തതാ. അച്ഛനത് പറഞ്ഞു കാണില്ല. ഇല്ല, പറഞ്ഞില്ല. ആ കണ്ടോ, അച്ഛനത് പറയില്ല. എനിക്കറിയാം, അഭിമാനക്കേടല്ലേ. നമ്മുടെ ഗതികേടുന്ന ബന്ധുവാണെന്ന് കരുതി ബാലിനെ അറിയിക്കുന്നത്. അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കണം. ബാലനറിയോ, 7 വർഷമായി ഞാൻ ദുബായിലായിട്ട്. 3 പെങ്ങന്മാരെ വേലി കഴിച്ചിറക്കി വിട്ടു. പിന്നെ ഈ ആയുസിൽ തീർത്താലും തീരാത്തത്ര കടബാധ്യത ഞാൻ ജനിക്കും മുമ്പ് അച്ഛനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോൺട്രാക്ട് ബിസിനസ്സിൽ. ഞാനൊരു ഗവൺമെന്റ് കോൺട്രാക്ടർ ആയിരുന്നേ. അന്നൊരു വലിയ ലോസ് സംഭവിച്ചു. ക്വൈറ്റ് നാച്ചുറൽ. ഏത് ഗവൺമെന്റ് കോൺട്രാക്ടർക്ക് സംഭവിക്കാവുന്നത്. എന്നെ ദുബായി കൊണ്ടുപോയത് ഇവരാണ്. ഇല്ലത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഇവരായിട്ട് തുടങ്ങി വെച്ചതാ ഈ ഫാക്ടറിയുടെ ഒരു പദ്ധതി. 1 കോടി രൂപയാണ് ഇവരുടെ ഷെയർ. ബാക്കി 2 കോടി ബാങ്ക് ലോണാ. ഈ ബാങ്ക് ലോണിന്റെ ഒരു സ്വഭാവം അറിയാലോ, പലിശ ദിവസം കൂടി വരിക. ഞങ്ങള് ഇത് സോൾവ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ദുബായ്ക്കാർക്കിപ്പോ നാടിനെയും നാട്ടുകാരെയും വിശ്വാസമില്ലാണ്ട് വന്നിരിക്കുക. അനുഭവങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്നെ വിശ്വസിക്കാൻ ജോസ്മോനെ, ഞാൻ ചതിക്കില്ല. ഐ നോ. ഞാൻ ചതിച്ചു എന്നോ ചതിക്കാൻ പോകുന്നു അല്ല പറഞ്ഞത്. ഇനി ബാലനായിട്ട് ഫാക്ടറി എത്രയും പെട്ടെന്ന് തുറപ്പിക്കണം. എന്നിട്ട് ബാലനെ ഞങ്ങൾ കാണുന്നുണ്ട് വിശദമായിട്ട്. ബാല, ഞാനിനി ബാലനോട് ഇക്കാര്യം ചോദിക്കൂ. അച്ഛന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അച്ഛനെ കൊണ്ട് പറ്റില്ല. പേടിക്കണ്ട, ഞാൻ ശരിയാക്കാം. നിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വർഗീസ് വിളിച്ചിരുന്നു. വന്നാൽ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം നിനക്ക് ഗുണകരാ. വിമലയുടെ അച്ഛൻ്റെ അനുജൻ പട്ടൻ രവീന്ദ്രൻ നാളെ കഴിഞ്ഞ് വകുപ്പ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാ. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിന്റെ പേര് വിമല അവളുടെ അച്ഛനെ കൊണ്ട് പറയിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നാളെ നീ തിരുവനന്തപുരത്ത് വേണം. ശരി, ബാക്കി വന്നിട്ട് ആലോചിക്കാം. നീ തിങ്കളാഴ്ച പോകുന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ എപ്പോ? അത്യാവശ്യമായിട്ട് അവിടെ എത്തണം. ഒരു പ്രൊമോഷന് സാധ്യതയുണ്ട്. ബാല, സുരഭി അവളൊരു പാവാണ്. നീ വരുന്നു എന്നറിഞ്ഞ് അവൾ എത്ര സന്തോഷിച്ചെന്നറിയോ? എന്നിട്ട് രാത്രി തന്നെ തിരിച്ചു പോവാന്ന് വെച്ചാ പോണം. പോയിട്ട് അത്യാവശ്യമുണ്ട്. വേലി കഴിച്ചിവിടെ കൊണ്ടുവന്നതല്ലാതെ നീ ആ കുട്ടിയോട് സ്നേഹത്തോടൊന്ന് സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ബാല, അവളുടെ കണ്ണീര് കൂടി നീ ഈ വീട്ടിൽ വീഴിക്കരുത്. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന തിരക്കും ഗ്രൂപ്പുകാരുടെ പ്രശ്നങ്ങളും ആകെ ഈ പറഞ്ഞ പോലെ. എന്തല്ലേ പറയണത്? 50 രൂപ കൂടുതലല്ലേ? ഷിബു, സാറിനെ കാണാൻ ഏട്ടൻ വന്നിരിക്കുന്നു പറ. ശരി. വേണ്ടാട്ടോ, ഞാൻ പിന്നെ സൗകര്യം പോലെ കണ്ടോളാം. ഓക്കെ. ആ ശരി. ഓരോരോ ശല്യങ്ങൾ. നാളെ കഴിഞ്ഞ് 10 മണിക്ക് അവിടുന്ന് സംഘടിപ്പിക്കാവുന്നതിന്റെ പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വരണം. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ടൗൺ ഹാളിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അത് വേണം. സാറേ, സാറിനെ കാണാൻ ചേട്ടൻ വന്നിരിക്കണം. എവിടെ? താഴെ വരാന്തയില്. ഷിബു, ആരാടാ? രവീന്ദ്രൻ സാറിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഏത് ഗൗരീശവട്ടത്തുള്ള? സാറിന് ഒരു ചേട്ടനല്ലേ ഉള്ളു, ഗോവിനാഥ ഉണ്ണിത്താൻ. അറിഞ്ഞൂടെ? ഇവർക്ക് എന്തിന് ഇത്ര പവർ?
ഞാൻ ഒരു ശുപാർശയായി ആദ്യമായിട്ടാ ഒരിടത്ത്. നിനക്കറിയാലോ വിമലയുടെ കാര്യം. ഒത്തിരി ആലോചനകൾ പുതുതായി കൊണ്ടുവന്നതാ. ഒന്നിനും അവൾ സമ്മതിച്ചില്ല. ഈ പയ്യൻ കാസർഗോട്ടുകാരനാ. അവളുടെ തന്നെ ഓഫീസിലാ. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീധനില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഇതേ ഒരു വഴിയുള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്നാ ഏട്ടൻ പറയുന്നത്? അത് പറ. നിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഈ കൊച്ചിനെ കൂടി അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയാൽ. അച്ഛൻ പറഞ്ഞാൽ ചിറ്റപ്പൻ കേൾക്കുന്ന ആ വിമല പറയുന്നത്. അവളത് പറഞ്ഞപ്പോ എനിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. നിനക്കറിയാലോ, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് സ്വത്തും മുതലും വിൽക്കല്ലാതെ സ്വന്തമായിട്ടൊരു തുണ്ട് പോലും വാങ്ങിക്കൂട്ടാൻ എനിക്ക് കഴിഞ്ഞില്ല. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. കഴിയുമെങ്കിൽ നീ ഇത് ചെയ്തു തരണം. ഇനിയൊരു കാര്യം പറഞ്ഞ് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. വിശ്വാ, ഏട്ടനെ വീട്ടിൽ കൊണ്ടുവന്നാൽ. വേണ്ടടാ, ഞാൻ നടന്നു പൊക്കോളാം. വഴിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തായിരുന്നു അനിയൻ മന്ത്രിയോടുള്ള ഏട്ടന്റെ ശുപാർശ? പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഒരു പയ്യനെ. ഡേ, ഞാനൊരു കാര്യം പറയാം. നാളെ കഴിഞ്ഞ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മന്ത്രിസ്ഥാനം മാനത്തൊന്ന് പൊട്ടി മുമ്പേ ഒന്ന് വീണൊന്നുമല്ല. ഡൽഹിയിലുള്ള എന്റെ സ്വാധീനം കൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഞാൻ ഉണ്ടാക്കി എടുത്തതാ. അവിടെ കയറിയിരുന്ന ബന്ധുക്കൾക്ക് ശേഷിയാർക്കും വേണ്ടി ഭരിക്കാനുള്ള പരിപാടി. ആൾക്കാർ കേൾക്കും. ജ്യേഷ്ഠൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നൊരു കാര്യം പറഞ്ഞതാ. നീ എതിർക്കരുത് പ്ലീസ്.